ഒരു യൂട്യൂബർ അല്ലാത്ത ഒരാൾ പോലും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഗൂഗിൾ അക്കൗണ്ടുള്ള ഏതൊരാളൊരു യൂട്യൂബറാണ്. ഒരാളുടെ യൂട്യൂബ് ചാനലിൽ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അത് അവരുടെ ഒരു TV ചാനൽ പോലത്തെ ഒരു ചാനലാണ്. ചിലർക്കൊക്കെ ഈ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. ഞാൻ പറയുന്നത് നമ്മളൊരു ഷോർട്ട് നോട്ട്സൊക്കെ എന്തെങ്കിലും എഴുതി വെക്കുന്നത് പോലെ നമുക്കിഷ്ടമുള്ള പല കാര്യങ്ങളും യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഭയങ്കര എനർജി ത്യജിച്ചു കൊണ്ടൊന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ ചെയ്യുക. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം റിസർവ് വിധിച്ച ഒന്നൊന്നല്ല. ഗൂഗിൾ അക്കൗണ്ടുള്ള എല്ലാവർക്കും അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നിങ്ങൾ അപ്ലോഡിങ് പ്രോസസ്സിലേക്ക് നിങ്ങളൊരു സാധനം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ട് മറ്റ് ആവശ്യമില്ലാത്ത പല ചാനലിലും കണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ലാതാവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യമൊക്കെ ജീവിതത്തിൽ കൈവരും. പിന്നെ എപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ഒന്ന്, നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ വേണ്ടി ചിന്തിക്കരുത്. ഒരിക്കലും പെർഫെക്ഷനിസം എന്ന് പറഞ്ഞൊരു സംഭവമല്ല. ഇംപെർഫെക്ഷനും ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതിലൊരുപാട് മിസ്റ്റേക്ക് ആരെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിച്ച് തരും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാമത്തെ വീഡിയോ വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോൾ 1% ഇമ്പ്രൂവ്മെൻറ്റ്, ഫുൾ അങ്ങോട്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്നില്ല, 1% ഇമ്പ്രൂവ്മെൻറ്റ് അതിൽ വരുത്താൻ നോക്കുക. പിന്നെ അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ് മറ്റൊരു ശതമാനം. ഒരു 100 വീഡിയോ ആകുമ്പോഴേക്കും നിങ്ങൾ എന്താവും? 100% പെർഫെക്റ്റ് ആവുന്ന ഒരാളായിട്ട് മാറും. അങ്ങനെ ശ്രമിച്ചാൽ മതി. അല്ലാണ്ട് പലരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ വൈകിക്കുന്നത് തന്നെ അതിലൊരു പെർഫെക്റ്റ് ആവുമോ എന്നുള്ള ആശങ്ക കൊണ്ടായിരിക്കും. ഒരിക്കലും അങ്ങനത്തെ ഒരു ആശങ്കയും ഇതിലാവശ്യമില്ല. പിന്നെ ഒരു സംശയം എല്ലാവർക്കും, യൂട്യൂബിൽ എപ്പോഴും ഇങ്ങനെ പെർഫെക്റ്റ് ടൈമിൽ തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന്. ചിലപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുന്ന വ്യക്തികൾക്ക് ഏറ്റവും കൂടുതൽ കാണുന്നൊരു സമയം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇതാക്കി പോസ്റ്റ് ചെയ്താൽ മതി. അതിന് പെർഫെക്റ്റ് ആയിട്ട് ടൈമിങ് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ അപ്ലോഡ് ചെയ്യുന്ന അതേ രീതിയിൽ അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പോൾ ഏതാണ്ട് 3000-ഓളം വീഡിയോ ആവുകയാണ്. ഒരു പക്ഷേ ഒരാഴ്ചയിൽ ഇത്ര വീഡിയോ, ദിവസം എത്ര വീഡിയോ എന്ന് മാത്രം ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയേറെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എനിക്ക് എപ്പോഴൊക്കെയാണോ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തോന്നുന്നത്, എനിക്ക് എപ്പോഴൊക്കെയാണോ ഒരു വിഷയത്തിൽ പഠിക്കാൻ പോകുന്നത്, ആ പഠിച്ച വിഷയത്തിൽ വീഡിയോ ഉണ്ടാക്കാൻ തോന്നുന്നത്, അപ്പോഴൊക്കെ ഞാനങ്ങ് പോസ്റ്റ് ചെയ്യും. അതിൽ എത്ര വ്യൂവർ വരുന്നോ, സബ്സ്ക്രൈബർ കഴിഞ്ഞു പോകണമെന്നൊന്നും ചിന്തിക്കാതെ എൻ്റെ ഒരു പേഴ്സണൽ പ്രൊഫൈലായിട്ട് എൻ്റെ ഒരു ഷോർട്ട് നോട്ട്സൊക്കെ പോലെ ഞാൻ അങ്ങനെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ നിങ്ങൾ നിശ്ചിത എണ്ണം എന്നൊന്നും കണക്കില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് മാസത്തിൽ ഒന്നായിരിക്കും, ആഴ്ചയിൽ ഒന്നായിരിക്കും, ദിവസം ഒന്നായിരിക്കും. ചിലപ്പോൾ 10 ദിവസം ഇടണമെങ്കിൽ 10 ഇട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മളൊരു ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന അത്രയും ഈസി ടാസ്ക് എന്ന രീതിയിൽ അങ്ങോട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ നിശ്ചിത അളവിൽ, ചിലരൊക്കെ എന്നോട് പറയാറുണ്ട്, നിങ്ങൾ ഡോക്ടറെ ആഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ ആക്കി ചുരുക്കണം കേട്ടോ, അല്ലെങ്കിൽ ദിവസം ഒന്നെങ്കിലും ആക്കണം, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒന്നിട്ടാൽ മതി എന്നൊക്കെ പറയാറുണ്ട്. എന്തിന്? ഞാൻ വീഡിയോ ഉണ്ടാക്കാനായിട്ട് വേണ്ടി നിൽക്കുമ്പോഴല്ല അങ്ങനെ ചെയ്യുക. എനിക്കിഷ്ടമുള്ളൊരു വീഡിയോ ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ ഇടുക. ചിലപ്പോൾ ഒരു ആഴ്ച എനിക്ക് ഇടണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അതില്ലാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അതാണ് നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ ഒരു കെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ചിലവർക്കുള്ളൊരു സംശയമാണ്, ഒരു 10 മിനിറ്റിൽ ഒതുക്കുന്ന വീഡിയോ ആവണം കേട്ടോ. മാക്സിമം ഷോർട്ട് ഡ്യൂറേഷൻ തന്നെയാണ് നല്ലത് നിങ്ങൾ വ്യൂവേഴ്സിനൊക്കെ. പക്ഷേ നിങ്ങൾക്ക് ഒരു ലെങ്തി വീഡിയോ എന്താ പ്രശ്നം? നമ്മളിപ്പോൾ ഒരു ദിവസത്തെ സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ആ സെമിനാറിൻ്റെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചിലപ്പോൾ 3-4 ദിവസമൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നില്ലേ? അതുപോലെ ചില വീഡിയോസ് അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ ലെങ്തി ആയതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അതൊക്കെ സെർച്ച് ചെയ്ത് ആവശ്യമുള്ളവർ കാണുമ്പോൾ ആരും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇഷ്ടം പൂർത്തീകരിച്ച സംതൃപ്തിയോടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഒരു റെഗുലാരിറ്റി നിങ്ങൾ പാലിക്കണം കേട്ടോ. യൂട്യൂബ് ചാനലാകുമ്പോൾ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നിങ്ങളെപ്പോഴും ഇൻസ്റ്റൻ്റായിട്ട് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയറായിട്ടോ അല്ലെങ്കിൽ നാളേക്ക് വേണ്ടിയുള്ള ഒരു 3-4 ദിവസം വേണ്ടിയിട്ടുള്ള പോസ്റ്റുകൾ കുറച്ച് മുന്നേ കരിയും. ഇപ്പം നാളെ ഉദാഹരണത്തിന് എനിക്ക് ശക്തമായിട്ടുള്ള ഡ്യൂട്ടി ഷെഡ്യൂളുകളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യാനും അതിൻ്റെ പ്രോഗ്രഷൻ നോക്കാതെ നമ്മളൊരു മുൻകൂട്ടി തന്നെ അങ്ങോട്ട് ചെയ്യുന്ന ഒരു ശീലം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബ് കാരണമുള്ള സ്ട്രെസ്സുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു വീഡിയോ കണ്ടൻറ്റ് മറ്റുള്ളവർക്ക് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്ക് അവർ ഏറ്റവും വിലപ്പെട്ട ടൈം അവർ നമുക്ക് വേണ്ടി തരികയാണ്. ആ ടൈമിനോട് നീതി പുലർത്താൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇൻട്രോ പോലും കൊടുക്കാറില്ല. കാരണം നമ്മൾ ആ ഇൻട്രോ കൊടുക്കുമ്പോൾ ഞാൻ ആരാണ്, ഞാൻ ഇത് ഹലോ ഹായ് എന്നൊക്കെ പറയുന്ന അത്രയും സമയം നമ്മൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ്. 1 സെക്കൻഡിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അതുകൊണ്ട് അപ്പോൾ
അതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളത് ലൈക്ക് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ എന്നൊക്കെ പറയുമ്പോഴേക്ക് നമ്മൾ അവരിൽ നിന്ന് മിനിറ്റുകളാണ് നമ്മൾ അപഹരിക്കുന്നത്. പിന്നെ മറ്റുള്ളവർക്ക് എന്തൊക്കെ വിഷയങ്ങളാണ് ആവശ്യമെന്നുള്ളത് ആദ്യം അന്വേഷിച്ചിട്ട് ആ വിഷയത്തിലൊക്കെ ഒരു വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മനസ്സിലായില്ല? അത് സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഏറ്റവും ഉചിതം തോന്നുന്നു. പിന്നെ വിമർശനങ്ങൾ ഒരുപാട് എന്തായാലും വരും. അത് ഇതിൽ പറഞ്ഞതാണ്. നമ്മളെപ്പോഴും കഴിഞ്ഞ ദിവസം ഞാനിട്ടൊരു പോസ്റ്റിൻ്റെ താഴെ എല്ലാവർക്കും ഒരുപാട് കിഡ്നി രോഗങ്ങൾ തടയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനുള്ളൊക്കെ ഒരു 4-5% ശക്തമായിട്ടുള്ള വിമർശനങ്ങളും പരിഹാസ്യങ്ങളൊക്കെ വന്നു. അത് ഇതിൽ പറഞ്ഞതാണ്. അതൊന്നും നമുക്ക് ഈ ഒരു ദൗത്യത്തിൽ നിന്ന് തിരിച്ചോടിക്കാൻ വേണ്ടിയുള്ളതല്ല. അതൊക്കെ നമുക്ക് ഇതിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള വളങ്ങളാണ് എന്ന് പ്രത്യേകം ഓർക്കുക കേട്ടോ. അതിലൊന്നും ഒരിക്കലും അസ്വസ്ഥത വരും. നമ്മുടെ സന്തോഷത്തിനും സംതൃപ്തിക്കും നമ്മുടെ സമയം ഡെഡിക്കേറ്റ് ചെയ്യാനും വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയുടെ പേരിൽ ഒരിക്കലും മറ്റൊരാൾ വിമർശിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ ഇഷ്ടം, അതിൻ്റെ ആ ഒരു സുഖം ഇല്ലാതായി പോകരുത്. പിന്നെ എപ്പോഴും നിങ്ങൾ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? നമ്മൾ പണ്ട് അമ്മൂമ്മൻ്റെ മടിത്തട്ടിലിരുന്നിട്ട് നമ്മളിങ്ങനെ കാത് കൂർത്തിരുന്നില്ലേ? എന്തിനു വേണ്ടിയാ? ഒരു കഥ കേൾക്കാനാ. ഈ കഥ കേൾക്കുന്ന ഒരു ആവേശത്തോടെ നമ്മൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് തംബ്നെയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ചെയ്യുക. തീർച്ചയായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് ആവാൻ പറ്റും. ഇതെങ്ങനെ സക്സസ് ആവാം എന്നതിനുള്ള എൻ്റെ റിസർച്ചിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതാണ്. ഓക്കെ, ബൈ.